ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മദ്യപാനികൾക്ക് 4 അരുത് ഉണ്ട്. അരുതുകൾ, 4 കാര്യങ്ങൾ അരുത് എന്ന് മദ്യപാനികൾക്ക് പോലും നൽകപ്പെട്ടിരിക്കുന്ന ഒരു നിർദ്ദേശം. എന്ന് പറഞ്ഞ പോലെ ക്രിസ്ത്യാനികൾക്ക് ദൈവം നൽകിയിരിക്കുന്ന 4 അരുത്, അത് നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള വലിയ നേട്ടം നമുക്കുണ്ടാകും എന്നുള്ളത് നാം തിരിച്ചറിയണം. 1-2 സംഭവങ്ങൾ ഞാൻ ഓർക്കാണ്. ഒരു സ്ത്രീ പറഞ്ഞത്, എൻ്റെ ഭർത്താവ് കുടിച്ചു കഴിഞ്ഞാൽ തനിത്തറയാം. കുടിക്കാതിരുന്നാൽ ശുദ്ധനാണ്, കുഴപ്പമൊന്നുമില്ല. കുടിച്ചു കഴിഞ്ഞാൽ പുള്ളി തനിത്തറ. അവർ പറഞ്ഞത്, കുറച്ച് നാളുകൾ കൊണ്ട് ഞാൻ പണിതുയർത്തിയ ഒരു ചിന്താഗതിയുണ്ട്. ഇത് ഈ മനുഷ്യനല്ല പറയുന്നത്, പ്രവർത്തിക്കുന്നത്, ഉള്ളിൽ കിടക്കുന്ന കള്ള. അപ്പം അങ്ങനെ ഞാൻ ചിന്തിക്കുന്നതുകൊണ്ട്, അങ്ങനെ ഒരു ചിന്ത ഞാൻ പണിതുയർത്തിയതുകൊണ്ട് എനിക്കിന്ന് ഒരുപാട് സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്. വേറൊരു സ്ത്രീ അവർ സൂചിപ്പിച്ച ഒരു കാര്യം, എൻ്റെ ഭർത്താവ് ഒരു നോമ്പുകാലം പ്രമാണിച്ച് ആ നോമ്പ് കാലത്ത് മദ്യം വേണ്ടാന്ന് വെച്ചു. അവർ പറയായിരുന്നു, മദ്യപിച്ച എൻ്റെ ഭർത്താവും മദ്യം ഉപേക്ഷിച്ച എൻ്റെ ഭർത്താവും രാപകൽ വ്യത്യാസം. പുള്ളി അധികം ഓവറായിട്ടൊന്നും കുടിക്കുന്ന വ്യക്തിയല്ല. ഇനി അല്പം കഴിച്ചു കഴിഞ്ഞാൽ പുള്ളി വളരെ ജോളിയാണ്, വർത്തമാനം പറയും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതങ്ങ് നിർത്തിക്കഴിഞ്ഞപ്പം വീടിനകത്ത് പോലും മൂകത. പുള്ളിക്ക് അതിനോട് ഒരു ഉന്മേഷം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ, പിന്നെ നോമ്പുകാലം ആയതുകൊണ്ട് ഇത് വേണ്ടാന്ന് വെച്ചതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ പുള്ളി കടിച്ചു പിടിച്ച് മുമ്പോട്ട് പോകുന്നു. 2 വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ഇവിടെ നമ്മൾ കാണുകയുണ്ടായി. ഈ മദ്യപാനികൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന 4 അരുതുകൾ ഒരുപക്ഷെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്ന 4 അരുതുകൾ. പകലരുത്. ഓക്കെ, ഏതിനും ഒരു സമയവും കാലമൊക്കെ ഉണ്ട്. ബൈബിളിൽ തന്നെയാണെങ്കിലും നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ സമയം നോക്കാതെ മുഴുവൻ സമയവും മദ്യത്തിൻ്റെ അടിമത്തത്തിൽ ജീവിക്കുന്നത് ഒരു വലിയൊരു അപരാധമാണ്. പകലരുത്. രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പതിവരുത്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ പതിവ് കാര്യമായി മാറിയതുകൊണ്ട് അവർക്കില്ലാതെ പറ്റത്തില്ല. ഡ്രിങ്ക്സ് ആണേലും അവരുദ്ദേശിക്കുന്ന സമയത്ത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ശരീരം വലിഞ്ഞു മുറുകുന്നത് പോലത്തെ അവസ്ഥകൾ അത് പതിവായിട്ട് മദ്യപിച്ചതുകൊണ്ടാണ്. നമ്മൾ കാണുന്നത് മദർ തെരേസ അവർ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, വാച്ച് യുവർ ഹാബിറ്റ്സ്. ചില ശീലങ്ങൾ, പതിവായിട്ട് നമ്മൾ ചെയ്യുന്ന ചില ശീലങ്ങൾ, വാച്ച് യുവർ ഹാബിറ്റ്സ്, ദേ ബിക്കം യുവർ ക്യാരക്ടർ. ഇനി അങ്ങനെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അത് മാറിയാൽ പിന്നെ നമ്മുടെ കൂടപ്പുറപ്പ് പോലെ അവിടെ ഇരിക്കും. അത് ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അത് ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാവും. കാരണം അത് എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ചിലർക്ക് നുണ പറയുക എന്നുള്ളത് അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ളവർക്ക് അവരെ എത്ര നോക്കിയെന്ന് പറഞ്ഞാലും നുണ പറഞ്ഞു പോകും. പതിവരുത്. നമുക്കതൊരു ശീലമാകരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം മദ്യപാനികൾക്ക് പോലും നൽകപ്പെട്ടിരിക്കുന്നതാണ്. മൂന്നാമതൊരു കാര്യമുണ്ട്, പലത് അരുത്. പലതരം മദ്യം കലർത്തി ചിലരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കിക്ക് കിട്ടാൻ, കൂടുതൽ അവർക്ക് ആ ഒരു കുടിച്ചതിൻ്റെ ആ ഒരു അനുഭവം വരാൻ വേണ്ടി പലത് മിക്സ് ചെയ്ത് കുടിക്കും. ഇനി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ബിരുദന്മാരായിട്ട് ഉള്ള വ്യക്തികളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട് യെശയ്യാ 5-ാം അധ്യായം 22-ാമത്തെ വചനം എടുക്കുമ്പോൾ, പലതരം മദ്യം കലർത്തി രുചിക്കുന്ന കുടിക്കുന്ന വ്യക്തികളെക്കുറിച്ച്. അവർക്ക് ദുരിതം എന്നാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. അതുകൊണ്ടാണ് പലതരുത്. സാധാരണ ഒരു കോമൺ ആയിട്ട് പറയാറുള്ളൊരു കാര്യമാണ്, ഹോട്ട് ഡ്രിങ്ക്സ് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബിയർ കുടിക്കണം. ബിയർ ആദ്യം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഹോട്ട് ഡ്രിങ്ക്സ് എടുത്താലും അത് അത്രയും ദൂഷ്യം ചെയ്യില്ല എന്നുള്ളത് അതുമായി അറിവുള്ള വ്യക്തികൾ പങ്കുവച്ചിരിക്കുന്ന കാര്യമാണ്. 4-ാമത്തെ അരുതാണ് പഴിയരുത്. ഇന്ന് പലയിടത്തും പറ്റുന്നത്, മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ പഴി പറച്ചില്, മറ്റുള്ളവരുടെ കുറ്റം പറച്ചില്, വ്യർത്ഥഭാഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ മദ്യപിച്ചതിനേക്കാൾ കൂടുതൽ ദൂഷ്യം ചെയ്യുന്നത് ഈ പഴി പറച്ചിലാണ്. അപ്പം അത് അരുത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 22-ാമത്തെ വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ജോബിന് വേണമെങ്കിൽ ദൈവത്തെ പഴിക്കാമായിരുന്നു. ഞാൻ എന്ത് പാവാ ചെയ്തേ, ഞാൻ എത്രമാത്രം നന്മ ചെയ്ത വ്യക്തിയാണ്, എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിച്ചു, വേണമെങ്കിൽ ദൈവത്തെ പഴിക്കാമായിരുന്നു, ചോദ്യം ചെയ്യാമായിരുന്നു. അങ്ങനെ ദൈവത്തെ പഴിക്കുന്നതായിട്ടല്ല നമ്മൾ കാണുക. ജോബ് പറഞ്ഞൊരു കാര്യം, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. അവിടെ ദൈവത്തെ പഴിക്കാതിരുന്ന ജോബിനെയാണ് നാം കാണുക. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിനി ക്രിസ്ത്യാനികൾക്ക് ദൈവം നൽകുന്ന, വചനം നൽകുന്ന 4 അരുത്, ഇതാണ് നമ്മൾ കൂടുതൽ ഗൗരവപൂർവ്വം എടുക്കേണ്ടത്. ഈ അരുതുകൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്താൽ പല പാപങ്ങളും ഒഴിവാകും. അതിൻ്റേതായിട്ടുള്ള ഒരു ആത്മീയ ചൈതന്യം നമുക്കുണ്ടാകും. ഒന്നാമത്തെ അരുത്, ദൈവത്തെ ചോദ്യം ചെയ്യരുത്. അതുപോലെ ദൈവത്തെ നിന്ദിക്കരുത്. അത് രണ്ടും ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. പ്രഭാഷകൻ 39:17 പറയപ്പെട്ടിരിക്കുന്നത് എന്താണ്? എന്തുകൊണ്ട് എന്ന് നിന്റെ ദൈവത്തോട് നീ ചോദിക്കരുത്. ചിലപ്പോൾ അങ്ങനെ ദൈവത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു പ്രവണത, പ്രലോഭനം ഇതൊക്കെ നമുക്കുണ്ടാകാം. അരുത് എന്നാണ് പറയുക.
യെശയ്യാ 28:22 വചനം എടുത്താൽ, ഒരിക്കലും നിങ്ങൾ ദൈവത്തെ നിന്ദിക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. അതൊന്ന് തെസ്സലോനിക്ക 5:20 വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ദൈവത്തെ നിന്ദിച്ചാൽ ഉണ്ടാകാവുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. നിന്റെ ബന്ധനം കഠിനമായിരിക്കും, കഠിനമായ ബന്ധനം നിനക്കുണ്ടാകും നീ ദൈവത്തെ നിന്ദിക്കുന്ന വ്യക്തിയാണെങ്കിൽ. രണ്ടാമത്തേതാണ്, ദൈവത്തെക്കാൾ മനുഷ്യരിൽ ആശ്രയിക്കരുത്. ദൈവത്തെക്കാൾ മനുഷ്യരിൽ ആശ്രയിച്ചാൽ നാശത്തിലേക്കാണ് നമ്മൾ നടന്നെടുക്കുക. ഇത് ജെറമ്യായുടെ പുസ്തകം 17:5-7 വചനങ്ങളൊന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ സങ്കീർത്തനം 118 6 മുതൽ 8 വരെ വായിച്ചാലും അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്, മനുഷ്യരിലോ മനുഷ്യൻ്റെ കഴിവിലോ അല്ല ആശ്രയിക്കേണ്ടത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ നാമത്തിൽ സഹനങ്ങൾ വരുമ്പോൾ ചില കാര്യങ്ങൾ അരുത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരിഭ്രമം അരുത്, ലജ്ജ അരുത്, നഷ്ടധൈര്യനാകരുത്. ഇതെല്ലാം കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. 1 പത്രോസ് 4:12 മുതൽ 16 വരെ വായിച്ചാൽ ആദ്യത്തെ 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെബ്രായ ലേഖനം 12:5 വായിച്ചാൽ, നിനക്ക് പ്രലോഭനങ്ങൾ, പ്രതിസന്ധികൾ, സഹനങ്ങൾ വരുമ്പോൾ നീ നഷ്ടധൈര്യനാകരുത്. ഈ അരുതുകൾ അത് നമ്മൾ ഗൗരവപൂർവ്വം എടുക്കേണ്ട കാര്യമാണ്. നാലാമത്തെ അരുത് എന്ന് പറയുന്നത്, സ്വർഗത്തെക്കാൾ ഈ ലോക ജീവിതം നമുക്ക് വലുതാകരുത്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് വലുത് സ്വർഗമായിരിക്കണം, മരണാനന്തര ജീവിതം. മത്തായി 16:26 പറയുന്നത് എന്താ? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്ത് നേടി? ആത്മനഷ്ടം വന്നിട്ട് എന്തെല്ലാം ഈ ലോകത്ത് നേടിയാലും അതൊരു നേട്ടമല്ല എന്ന്. പ്രഭാഷകൻ 18:10 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മരണാനന്തര ജീവിതത്തെ ഈ ഭൂമിയിലെ ജീവിതത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഭൂമിയിലെ ജീവിതം കടൽ തീരത്തെ വെറും ഒരു മണൽത്തരി പോലെയാണ്, കടലിലെ വെള്ളത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയാണ്. അതുകൊണ്ട് ഈ ലോക ജീവിതം മരണാനന്തര ജീവിതത്തെക്കാൾ, സ്വർഗത്തെക്കാൾ നമുക്കൊരിക്കലും വലുതായിട്ട് മാറരുത്. നമുക്ക് കാണാൻ സാധിക്കും, പലപ്പോഴും നമുക്ക് കിട്ടേണ്ടതായ ഒരു അഭിഷേകം അത് കിട്ടാതെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ വഴുതി വീഴുക. ഈ മദ്യപന്മാർക്കുണ്ടാകുന്ന ഒരവസ്ഥയെക്കുറിച്ച് അറിയാൻ നമ്മൾ സുഭാഷിതങ്ങൾ 23:33-35 വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവർ വിചിത്ര കാഴ്ചകൾ കാണും. അതുപോലെ തന്നെ അവരെ തല്ലിയാലും അവർക്ക് വേദനിക്കില്ല. അവർ പറയുന്നത് എനിക്ക് വേദനിച്ചില്ല. ഇത് ആത്മീയ ഉന്മത്തത, ആത്മീയ അഭിഷേകം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന കാര്യവും നമ്മൾ തിരിച്ചറിയണം. ആത്മീയ ഉന്മത്തർ അവർ ദർശനങ്ങൾ കാണും. ജോയൽ 2:28 മുതൽ വായിച്ചാൽ യുവാക്കൾക്കും വൃദ്ധർക്കും ശിശുക്കൾക്കും ഒക്കെ ഉണ്ടാകാവുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി ഈ ആത്മീയ ഉന്മത്തത വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന മറ്റു ചില നന്മകൾ കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഹനത്തിൽ അഭിമാനിക്കാൻ പറ്റും, ലജ്ജിക്കുകയല്ല, അഭിമാനിക്കാൻ പറ്റും. 1 പത്രോസ് 4:12 മുതൽ വായിക്കുമ്പോൾ സഹനത്തിൽ ആനന്ദിക്കാൻ പറ്റും. നിരാശപ്പെടുവല്ല, മറ്റുള്ളവരെ പഴിക്കുകയല്ല, ആനന്ദിക്കാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:50 മുതൽ 52 വരെ വായിച്ചാൽ അത് നമുക്ക് കാണാൻ പറ്റും. സഹനം നമ്മൾ അനുഗ്രഹമാക്കി മാറ്റും. അത് ഉൽപ്പത്തി 50:20 വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. തടസ്സങ്ങൾ നമ്മൾ അവസരമാക്കി മാറ്റും. ഇതിനെല്ലാം നമുക്ക് വേണ്ടത് ഈ ഒരു അഭിഷേകം, ആത്മീയ അഭിഷേകമാണ്. 2 ദിനവൃത്താന്തം 15:4 വായിച്ചാൽ ഇസ്രായേൽക്കാർ ദൈവത്തോട് കൂടുതൽ അടുത്തത് അവർക്ക് ദുരിതങ്ങൾ, സഹനങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ്. അവസാനത്തേത്, നമ്മൾ എളിമപ്പെട്ട് ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ സഹായിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ്, അഭിഷേകമുള്ളവർ തടസ്സങ്ങൾ അവസരമാക്കി മാറ്റും, സഹനങ്ങൾ എളിമപ്പെടാനുള്ള ഒരു കാരണമാക്കി മാറ്റും. അതിൻ്റെ ഒരു ആത്മീയ നന്മയും ആത്മീയ അഭിഷേകവും അവർക്കുണ്ടാകും. ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ വേണ്ട ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.